ക്രിക്കറ്റ് കാരണമാണോ ഇന്ത്യയിൽ ഫുട്ബോൾ രക്ഷപ്പെടാത്തത്? ഇങ്ങനെ പറയുന്നവരോടാണ് എനിക്കൊരു കഥ പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഈ കഥ മൊത്തം കേട്ടിട്ട് നിങ്ങൾ പറ, ക്രിക്കറ്റ് കാരണമാണോ ഇന്ത്യയിൽ ഫുട്ബോൾ വലിയ രീതിയിൽ രക്ഷപ്പെടാണ്ട് നിൽക്കുന്നത് എന്നുള്ളത്. ഈ കഥയുടെ തുടക്കം 1920കളിലാണ്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. പക്ഷേ ഗെയിമുകൾക്ക്, ക്രിക്കറ്റിനുമൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയത് 47കളിലായിരിക്കും. നമുക്ക് ചരിത്രം നോക്കാം. 20കളിൽ ഇന്ത്യയിൽ വലിയ രീതിയിൽ ക്രിക്കറ്റിന് പ്രചാരം ഉണ്ടായിരുന്നു. ഒരുപാട് ടീമുകൾ ഇന്ത്യയിൽ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. യൂറോപ്യൻസിനോടുകൂടി മത്സരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ഇന്ത്യ എന്നുള്ള വികാരത്തിലല്ലായിരുന്നു, പല പല മതങ്ങളുടെ ലേബലിലായിരുന്നു ഈ ടീമുകൾ ഇറങ്ങിയിരുന്നത്. ഹിന്ദുസ് എന്നും മുസ്ലിംസ് എന്നും ഒക്കെ പറഞ്ഞ് പല ടീമുകളും കളത്തിലേക്ക് ഇറങ്ങി. അവർ പല ടീമുകളോടുകൂടി മത്സരിച്ചു, ജയിച്ചു. പക്ഷേ 1926 യൂറോപ്യൻസിൻ്റെ ശക്തമായ ഒരു ടീമിനെ സെപ്റ്റംബർ മാസത്തിൽ ഹിന്ദുസ് ടീം പരാജയപ്പെടുത്തുന്നു. ഇത് വലിയ രീതിയിൽ ചർച്ചയായി. ഇവരോട് പ്രതികാരം വീട്ടാനാണോ, അതായത് അന്നത്തെ യൂറോപ്യൻ ടീംസിനെ തോൽപ്പിച്ച ടീമിനെ ഒന്ന് കാണണമെന്നുള്ള മട്ടിലാണെന്ന് തോന്നുന്നു. അതേ വർഷം, അതായത് സെപ്റ്റംബറിൽ നിന്ന് കുറച്ച് മാസങ്ങളുടെ മാത്രം കാത്തിരിപ്പ് കഴിഞ്ഞ് ഡിസംബർ മാസത്തിൽ ഇംഗ്ലണ്ടിൽ നിന്ന് ഇംഗ്ലണ്ട് MCC ടീം കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ആ 26 തന്നെ യൂറോപ്യൻസിനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ ഹിന്ദു ടീംസിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് MCCയിൽ നിന്നുള്ള ബ്രിട്ടൻ ടീം എത്തിയപ്പോഴത്തേക്ക് 25,000-ലധികം കാണികളാണ് ആ ഒരു ടീമുകൾ തമ്മിലുള്ള പോരാട്ടം കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നത്. ഹിന്ദു ടീമും അതുപോലെ ബ്രിട്ടീഷ് ടീമും തമ്മിലുള്ളൊരു പോരാട്ടം. പക്ഷേ CK നായിഡുവിൻ്റെ ഒരു ഗംഭീര 153ൻ്റെ ബലത്തിൽ ഇന്ത്യയെ മുട്ടുകുത്തിക്കാൻ വന്ന, അല്ലെങ്കിൽ ഹിന്ദുസിനെ മുട്ടുകുത്തിക്കാൻ വന്ന ആ ഒരു ടീമിന് മുൻപിൽ ബ്രിട്ടീഷ് ടീം തോറ്റുപോവുകയാണ്. ഇത് കണ്ട് ബ്രിട്ടീഷ് ക്യാപ്റ്റനായിട്ടുള്ള ആർതർ വലിയ രീതിയിൽ കൈയടിച്ചു. അദ്ദേഹം വലിയ രീതിയിൽ ഇന്ത്യൻ ടീമിൻ്റെ പ്രകടനത്തെ പ്രശംസിച്ചു, അല്ലെങ്കിൽ ഹിന്ദു ടീമിൻ്റെ പ്രകടനത്തെ പ്രശംസിച്ചു. അദ്ദേഹം നേരെ പോയത് ഇന്ത്യൻ ലീഡേഴ്സിൻ്റെ അടുത്തേക്കായിരുന്നു. അവരുടെ കൂടെ ഒരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ: പല മതങ്ങളുടെ വേർതിരിവുകൾ മാറ്റി ഈ ടീമിനെ ഒരൊറ്റ കൊടക്കീഴിൽ എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചരിത്രം എഴുതാൻ കഴിയുമെന്ന്. 1926 മുതൽ അതിനു വേണ്ടിയിട്ടുള്ള സംസാരങ്ങളും ചർച്ചകളും സജീവമായി നടന്നു. പിന്നീട് 2 വർഷങ്ങൾക്കപ്പുറം 1928 മറ്റൊരു വലിയ സംഭവം നടക്കുന്നത്. 1928 BCCI എന്നുള്ളൊരു പേരിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ടൊരു ക്രിക്കറ്റ് ബോർഡ് രൂപീകരിക്കുന്നു. പിന്നീടും ചരിത്രം തുടർന്നു. പിന്നീടും മത്സരങ്ങൾ നടക്കുന്നു. ഇന്ത്യ എന്നുള്ള ലേബലിൽ പല മത്സരങ്ങളും കളിക്കുന്നു, പല ടീമുകളോടും തോൽക്കുന്നു. വലിയ രീതിയിലുള്ള അവഗണന ഈ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഈവൻ്റ് നേരിടുന്നു. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെങ്കിലും, ഇന്ത്യ സ്വാതന്ത്ര്യം നേടി ഇന്ത്യൻ പതാകയിൽ ഇന്ത്യൻ ടീം എന്ന ആവേശത്തോടുകൂടി ഇന്ത്യ ആദ്യത്തെ വിജയം നേടുന്നത് 1952. അതിനുശേഷം വീണ്ടും അവഗണനകളുടെ നാളുകൾ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരുന്നു. പക്ഷേ 1971 എന്ന് പറയുന്ന വർഷം ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിൻ്റെ വർഷമായിരുന്നു. ആവേശത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും ആരവങ്ങളുടെയും വർഷമായിരുന്നു. കാരണം കരീബിയൻ മണ്ണിൽ ഇന്ത്യക്കൊരു വലിയ വിജയം നേടാൻ കഴിഞ്ഞു. അതുപോലെ ഇംഗ്ലണ്ടിനെതിരെ ഓവലിൽ 4 വിക്കറ്റിൻ്റെ ഒരു വിജയം നേടിയതോടുകൂടി ഇന്ത്യൻ ടീമിന് വല്ലാത്തൊരു ആത്മവിശ്വാസമായി. എതിരാളികളുടെ മണ്ണിൽ പോയി പോലും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ഇന്ത്യൻ ടീമിലേക്ക് എത്തിയതോടുകൂടി ആ ടീം വീണ്ടും വീണ്ടും കൂടുതൽ ശക്തമായി ഉയർന്നു. ഇന്ത്യയിലുള്ള ഒരുപാട് ആളുകൾക്കിടയിൽ ഈ ഒരു ടീമിനോടുള്ള ആത്മവിശ്വാസം കൂടി. പിന്നീടാണ് ചരിത്ര പ്രശസ്തമായ 1983 വേൾഡ് കപ്പ്. ഈ ഒരു വേൾഡ് കപ്പ് ഇന്ത്യൻ ക്രിക്കറ്റിന് എത്രമാത്രം മാറ്റി എഴുതിയെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഒരു വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ഇന്ത്യ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇത്രമാത്രം അപമാനിക്കപ്പെട്ടിട്ടുള്ളൊരു ടീം വേറെ ഇല്ലായിരുന്നു. ലോർഡ്സിലായിരുന്നു ഫൈനൽ മത്സരങ്ങൾ നടക്കേണ്ടത്. ഇന്ത്യക്ക് ഒരു പ്രോപ്പർ പരിശീലകൻ പോലും ഇല്ലായിരുന്നു. മാനേജറുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ടീം അവിടെ കളത്തിലേക്ക് ഇറങ്ങിയത്. ലോർഡ്സിലേക്കുള്ള പാസുകളില്ലേ എന്നുള്ളൊരു ചോദ്യത്തിന് ഇന്ത്യൻ ടീം ഫൈനലിൽ എത്താൻ വേണ്ടിയിട്ട് പോകുന്നില്ലല്ലോ, നിങ്ങൾക്ക് ലോർഡ്സിലോട്ട് പാസിൻ്റെ വല്ല കാര്യമുണ്ടോ എന്നുള്ള മറുപടിയായിരുന്നു അന്നത്തെ ഇന്ത്യൻ ടീമിനെ കാത്തിരുന്നത്. പക്ഷേ ഈ അവഗണനകളിൽ നിന്നെല്ലാം പൊരുതി വമ്പന്മാരെ മുട്ടുകുത്തിച്ച് ലോർഡ്സിൽ ഫൈനലിലേക്കുള്ള എൻട്രി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ടീമിന് കഴിഞ്ഞു. 1983 വേൾഡ് കപ്പിൽ ഫൈനലിസ്റ്റുകളായി ഇന്ത്യ എത്തി. അപ്പോഴും ഫൈനലിസ്റ്റുകളുടെ ഫൈനലിലെ ഫേവറേറ്റുകൾ വെസ്റ്റ് ഇൻഡീസ് തന്നെയായിരുന്നു. പക്ഷേ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി 83 വേൾഡ് കപ്പ് നേടിയതിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിനെ പിന്നീട് പിറകിലേക്ക് ചിന്തിച്ച് നോക്കേണ്ടേ വന്നിട്ടില്ല, പുറകിലോട്ട് തിരിഞ്ഞു നോക്കേണ്ട പോലും വന്നിട്ടില്ല. കാരണം ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് വളർന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് ലോകത്തിലെ ഏറ്റവും ശക്തമായ, ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്രിക്കറ്റ് ബോർഡായിട്ട് വളർന്നു. ഈവൻ ലോക ക്രിക്കറ്റ് ബോർഡിനെ ICC പോലും നിയന്ത്രിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡായി മാറി. ICCയേക്കാൾ പണമുള്ളൊരു ക്രിക്കറ്റ് ബോർഡായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് വളർന്നുകൊണ്ടേയിരുന്നു. 83 വേൾഡ് കപ്പ് കഴിഞ്ഞ് ഇന്ത്യ ഒരു വേൾഡ് കപ്പ് സ്വന്തമാക്കുന്നത് 2007 T20 വേൾഡ് കപ്പാണ്. പിന്നീട് 2011 പിന്നീട് ഒരു വേൾഡ് കപ്പ് എത്തുന്നത് T20 വേൾഡ് കപ്പാണ്. വേൾഡ് കപ്പുകളുടെ കാര്യത്തിൽ ഒരുപാട് കൊട്ടാരങ്ങൾ പണിയാനൊന്നും ഇന്ത്യൻ ടീമിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ത്യൻ ടീം സൂപ്പർ സ്റ്റാറുകളെ ബിൽഡ് ചെയ്തു. എപ്പോഴും ആരാധകരുടെ ഇമോഷൻസ് കൂടുതൽ വലുതാക്കാൻ പറ്റുന്ന ശക്തമായ താരങ്ങൾ കൊണ്ട് ഇന്ത്യൻ ടീം എന്നും സമ്പന്നമായിരുന്നു. സോ ഇപ്പോൾ ഫുട്ബോൾ
ഇന്ത്യൻ ക്രിക്കറ്റ് കാരണമാണ് ചെറിയ രീതിയിലെങ്കിലും കുളമാകുന്നതെന്ന് പറയുന്നവരോട് ഇതേ പറയാനുള്ളൂ. ഒരുപാട് സ്വാതന്ത്ര്യ പോരാളികളുടെ പോരാട്ടം കൊണ്ടാണ് ക്രിക്കറ്റ് ഇത്ര വലിയൊരു സ്വാതന്ത്ര്യം പിടിച്ചെടുത്തത്. 1947 മുതൽ ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ 1928 മുതൽ BCCയുടെ കീഴിൽ ഇന്ത്യൻ ക്രിക്കറ്റ് പടിപടിയായിട്ട് ഉയർന്നു വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. 28-ൽ തുടങ്ങിയ പോരാട്ടങ്ങൾക്ക് അവർക്ക് ആദ്യമായി ഫലം കിട്ടിയത് 1971-ലാണ്. ആദ്യമായൊരു വേൾഡ് കപ്പ് എടുക്കുന്നത് 83-ലാണ്. 83 കഴിഞ്ഞ് 2007 വരെയും പിന്നീട് 2011 വരെ ഒരു വലിയ കാലയളവിൽ വീണ്ടും ആ ഒരു വേൾഡ് കപ്പ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടീം ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കപിൽ ദേവിന് പിന്നാലെ, സുനിൽ ഗവാസ്കറിന് പിന്നാലെ സച്ചിൻ ടെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി, യുവരാജ് സിംഗ്, MS ധോണി, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, സഹീർ ഖാൻ, ഹർഭജൻ സിംഗ്, അങ്ങനെ ഇതിഹാസങ്ങൾ ഒരുപാട് ഈ ഒരു മണ്ണിലേക്ക് വന്ന് വീണുകൊണ്ടേയിരുന്നു. സ്വാതന്ത്ര്യ പോരാളികളിൽ നിന്ന് വീണ്ടും ഈ ഒരു ഗെയിമിനെ മുന്നോട്ട് കുതിപ്പിക്കാൻ വേണ്ടിയിട്ട്, മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കിടിലൻ താരങ്ങൾ വന്നു. സോ ക്രിക്കറ്റിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പോരാട്ടങ്ങൾ തന്നെയായിരുന്നു. പണ്ടൊരു കാലത്ത് CK നായിഡുവിൽ തുടങ്ങി അതിനു മുൻപേ വരെ ഇതിൻ്റെ ടോർച്ച് പിടിച്ചുകൊണ്ടുവന്ന ഓരോ ആളുകളായിരിക്കും ക്രിക്കറ്റിനെ ഏറ്റവും വലുതാക്കിക്കൊണ്ടേയിരുന്നത്. ഇനി നിങ്ങൾ പറ, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ ഫുട്ബോളിന് പ്രശ്നങ്ങളുള്ളത്? ഫുട്ബോളിനും നായകന്മാരും സ്വാതന്ത്ര്യ പോരാളികളും ഉണ്ടാകട്ടെ. ഫുട്ബോളിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. കാരണം ക്രിക്കറ്റ് ഫുട്ബോളും അത്രമാത്രം സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ക്രിക്കറ്റിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ഒരു മത്സരവും ആഘോഷിച്ചൊരു താരം ഏതാണ്? കമൻറ്റ് ബോക്സിൽ പറയണേ.